പൈസ കൊടുത്തിട്ട് പോകും. ഓ പൈസ പൈസ എത്ര ചേട്ടാ? 1700 രൂപ. 1700 രൂപയെന്ന് അവിടുന്ന് കുറച്ച് ഓട്ടോ അല്ലേ ഉണ്ടായിരുന്നു കേട്ടോ. 1700 കുറച്ചുകൂടെ കുറയ്ക്കായിരുന്നു. അല്ലല്ല ഇത്ര ഓട്ടത്തിന് 1700 രൂപ. നിങ്ങൾ കുറയ്ക്കും, നിങ്ങൾ കുറച്ചേ പറ്റുള്ളൂ. കുറച്ചേ പറ്റുള്ളൂ. ഇത്ര പോട്ടെ, ഒരു 200 രൂപയെങ്കിലും പറഞ്ഞല്ലേ കൊണ്ടുവന്നു. ഒരു 100 രൂപയെങ്കിലും കുറയ്ക്കില്ല. ഒരു പൈസയും കുറയ്ക്കില്ല. ഒരു 50 രൂപയെങ്കിലും കുറയണ. ഓ ഒരു പൈസയും കുറയ്ക്കില്ല. ഒരു 10 രൂപയെങ്കിലും കുറയ്ക്കും. ഓ എന്താണ് പൈസ കൊടുക്കാൻ നിന്റെ ഇല്ലേ? പൈസ ഞാൻ നിങ്ങൾ കൊടുക്കുകയും വൈകുന്നേരം ഞാൻ തരാം. കണക്ക് നമ്മള് നയാ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ സെറ്റ് ചെയ്യും. ശരി ശരി കേട്ടാ? വൈകുന്നേരം കണക്കെല്ലാം വേണം നമുക്ക് വൈകുന്നേരം എഴുതി വെക്കാൻ. ഇപ്പൊ തൽക്കാലം നിങ്ങൾ എന്തൊക്കെ ആവണം. 1700 ഇനിയിപ്പോ കുറയ്ക്കണ്ട. എന്തായിരുന്നാലും അതിങ്ങടിക്ക് ഞാൻ കൊടുത്തോളാം. ശരിയാണ്. ശരി ശരി സന്തോഷമായല്ലോ അല്ലേ? പോ കാക്ക പോ. ഓ എന്തായാലും അല്ല വിഴിഞ്ഞ ഹാർബറിൽ വന്നില്ലേ കാക്ക? ഓ ഹാർബർ ഒന്ന് കാണാം. സന്തോഷായില്ലേ? പോയിട്ട് കാക്ക വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കണ്ടല്ല, ഇങ്ങനെയുണ്ട്. പൊളിയല്ലേ? ഇതാ ഇത് കാണാനാ കൊണ്ടുവന്നത്. ഓ സൂപ്പർ. ഇതാ തുറമുഖമാണ്. വെറും തുറമുഖമല്ല, അന്താരാഷ്ട്ര തുറമുഖം. ഇവിടെ നിനക്ക് എന്താ 1700 രൂപ മുടക്കിയിട്ട് നീ ഇതിനാണ് എന്നെ കൊണ്ടുവന്നത്. ഈ ചെയ്യട്ടെ ഈ ട്രാൻസ്ഫോമർ കാണിക്കാനാ. കാക്ക ഇതുവഴി പോയാ തുറമുഖമായി. പിന്നെ പോയിട്ട് പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്ത്? അങ്ങോട്ട് പോയാലേ അവിടെ പോലീസ് ഉണ്ട്, പട്ടാളമുണ്ട്. അവർ നമ്മളെ വെടിയിച്ചിടും. പൈസ ആവശ്യമില്ലാതെ നീ അവിടെ 1700 രൂപ ആട്ടോയ്ക്ക് കൊടുത്ത് ഇവിടെ വല്ല അസുഖം ഉണ്ടോ നിനക്ക്? കാക്ക തുറമുഖം കണ്ടില്ലേ? എത്രയോ മനുഷ്യര് കാണാൻ കൊതിച്ചിരിക്കുന്ന തുറമുഖം എന്നറിയാം. അതിന് ഇവിടെ എത്ര കാണാൻ പറ്റില്ല. ഒരു ട്രാൻസ്ഫോമർ മാത്രം പിന്നെ ഒരു ബോർഡുണ്ട്. അതാണ് വിഴിഞ്ഞും പോട്ടെന്ന് പറഞ്ഞത്. ഇത് കാണിക്കാനാണ് നീ എന്നെ കൊണ്ടുവന്നത്. കാക്ക അങ്ങനെയല്ല. ഈ തുറമുഖം എന്ന് പറഞ്ഞാൽ തുറമുഖമാണ്. ഇവിടെ അത്രയും തുറമുഖമാണ്. ഇതെല്ലാം തുറമുഖമാണ്. നിങ്ങൾ വിഷമിക്കണ്ട. ഇതിനെക്കാട്ടി നല്ല അടിപൊളി സ്ഥലങ്ങളും ഉണ്ട്. എവിടാ അടിപൊളി സ്ഥലം? എവിടാ ഇവിടെ കുറച്ച് പോയാൽ മതി. നമുക്ക് എന്റെ റൂമിൽ കൊണ്ടാക്കണേ പോടേ. കാക്ക ഒരു പൊളി സ്ഥലമുണ്ട്. നിങ്ങൾ ഇതൊക്കെ മാറ്റി ഇതൊക്കെ മാറ്റി നല്ല അടിപൊളി മറ്റേ കൂളിംഗ് ഗ്ലാസ് എടുത്ത് നോക്കി. കൂടിയ ക്ലാസ് ഞാൻ മാറ്റിയതെറ്റാണ്. കാക്ക ഇതിനെക്കാട്ടി പൊളി നമുക്ക് വലിയ തുറ പാലം കാണാൻ പോയാലോ? അവിടെ എന്തായിരിക്കുന്നത്? അയ്യോ അവിടെയല്ലേ മമ്മൂട്ടി, മോഹൻലാൽ, ദുൽഖർ, ഷാനു ഇവരെല്ലാരും വരും. ഷാനു അതാര്? ദുൽഖറിന്റെ ഭാര്യ അല്ല, ഷാനു നമ്മുടെ ഫാദർ.